വേനൽക്കാലത്ത് അതിരപ്പിള്ളിക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? കാര്യം അല്പം ചൂടാണെങ്കിലും വേനലിൽ കാടിന് വേറൊരു ഭംഗിയാണ്. റോഡിന് ഇരുവശവും കൊഴിഞ്ഞു കിടക്കുന്ന ഇലകളും ചില്ലകൾ മാത്രമായ മരങ്ങളും ആ കാഴ്ചയ്ക്ക് വേറൊരു ഫീലാ. ഈ വഴികളിലെല്ലാം ആന ഇറങ്ങും. വേനൽക്കാലം ആയതുകൊണ്ട് രാത്രി വെള്ളം കുടിക്കാനായി മൃഗങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങാറുണ്ട്. അതുകൊണ്ട് വേഗത കുറച്ചേ നമുക്കിതിലെ യാത്ര ചെയ്യാൻ കഴിയൂ. അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഏഴാറ്റുമുഖം. ആനമുടിയിൽ നിന്നും ഒഴുകി വരുന്ന ഈ പുഴ വാഴച്ചാലിലൂടെയും അതിരപ്പിള്ളിയിലൂടെയും ഒഴുകി ഇവിടെ എത്തുമ്പോൾ ശാഖകളായി പിരിഞ്ഞിരുന്നു. അങ്ങനെയാണ് ഏഴാറ്റുമുഖം എന്ന പേരുണ്ടായത്. അതിരപ്പിള്ളിക്ക് മുൻപുള്ള തുമ്പൂർമുഴി പാർക്കിലൂടെയും നമുക്ക് ഏഴാറ്റുമുഖത്തെത്താം. 20 രൂപ പാസ് എടുത്തു വേണം ഇവിടെ പ്രവേശിക്കാൻ. ഇവിടെ ഒരു വാച്ച് ടവറും ഇരിപ്പിടങ്ങളും കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും എല്ലാം ഉണ്ട്. ഈ തൂക്കുപാലത്തിലൂടെയാണ് ഏഴാറ്റുമുഖത്തേക്ക് പോകുന്നത്. ഈ പാലത്തിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇവിടുത്തെ പ്രത്യേകതയും. വീണ്ടും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡരികിൽ നിന്നും അതിരപ്പിള്ളി വെള്ളച്ചാട്ടം ഇങ്ങനെ കാണാം. വൈകുന്നേരങ്ങളിൽ ഈ വഴിയിലൂടെയുള്ള യാത്രകൾ അല്പം സാഹസികത നിറഞ്ഞതാണ്. ഈ ബോർഡുകളിൽ കാണുന്നത് പോലെ ഏതു നിമിഷം വേണമെങ്കിലും മൃഗങ്ങൾ കടന്നു പോകാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ഇതുപോലെ ആളുകൾ കൂടി നിൽക്കുന്നുണ്ടാവും. വേനലായതുകൊണ്ട് പുഴയിലെ വെള്ളം കുടിക്കാൻ കാട്ടിൽ നിന്ന് ഇറങ്ങുന്നതാണ്. ഇതുപോലുള്ള കാഴ്ചകളാണ് ഈ വഴികളിൽ നമ്മെ കാത്തിരിക്കുന്നത്.